ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാഷാ അല്ലാ, ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു കപ്പ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതാണ് കപ്പ അല്ലെങ്കിൽ കൊള്ളിക്കിഴങ്ങ്, എൻ്റെ നാട്ടിലാണെങ്കിൽ പൂള എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ കപ്പ പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യാൻ നമ്മളെ ക്യാരറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യുന്ന പോലെ അത്രയ്ക്ക് ഈസിയല്ല, കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കണ്ടല്ലോ, നല്ല സ്മൂത്തായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു കപ്പ എടുത്തിട്ടുള്ളൂ, അത് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയ കുറ്റി പുട്ടുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു കട്ടിപ്പൊക്കെ ഉണ്ടാവല്ലോ, ആ ഇതൊന്നൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരിപ്പ വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈൻ ചെയ്തെടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിതോടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നന്നായിട്ട് അരിപ്പയിൽ വെച്ച് കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾക്ക് കൈ വെച്ചിട്ട് ഒന്ന് ആ ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട, ഇതിൽ തന്നെ നനവുണ്ടാവും. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ്. നമ്മൾ സാധാ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ഒരു തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൊള്ളി ഗ്രേറ്റ് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ പുട്ട് ചൂടുന്ന പോലെ തന്നെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു മീൻ കറി അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ആണെങ്കിൽ നല്ല പൊളിക്കും, നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിൻ്റെ. അല്ലാതെ കറിയില്ലാതെ തന്നെ ചുമ്മാ അത് കഴിക്കാൻ തന്നെ ചൂടോടൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റോളം ഒന്ന് വേണം ആവി വന്നതിന് ശേഷം. ഒരു 10 മിനിറ്റ് വേണ്ടി വരുള്ളൂ. നമ്മൾ ഗ്രേറ്റ് എടുത്ത കപ്പയാണല്ലോ, പെട്ടെന്ന് വേവും. അങ്ങനെ ഇതാ നമ്മളെ പുട്ടിൻ്റെ ആവിയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ പുട്ട് ചൂടോർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യുമ്പോൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.